Hello, my dear students. Welcome to Professor P.C. Thomas classes and Chaitanya classes. KEAM 2025 PYQ ഡിസ്കഷനിൽ മാത്തമാറ്റിക്സിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 3-dimensional ജോമെട്രി എന്നുള്ള ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്ക്. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഏപ്രിൽ 2026 ഈ വർഷം KEAM എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ട് ക്രാഷ് ബാച്ച് CBSE സ്റ്റുഡൻസിനുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 13-നാണ്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് മാർച്ച് 18-ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ് KEAMന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കിൻ്റെ തിയറി നമ്മളൊന്ന് ബ്രീഫ് ചെയ്ത്, കാരണം കുറച്ച് സമയമല്ലേ ഉള്ളൂ, കുറച്ച് അതുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് പറഞ്ഞ് പ്രീവിയസ് ഇയറിൽ KEAMന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്ത് ക്രാഷ് കോഴ്സ് അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ 11th 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സ്കൂളിലെ ഏതെങ്കിലും എക്സാമുകൾക്കൊക്കെ ആവശ്യമുള്ള സ്കൂളിലെ എൻട്രൻസിനായാലും NCERT ലെവൽ, മാത്തമാറ്റിക്സൊക്കെ NCERT ലെവലാണ് ചെയ്തിട്ടുള്ളൂ. NCERT ലെവൽ ക്വസ്റ്റ്യൻസ്, അതോടനുബന്ധിച്ച് വരുന്ന തിയറി കൺസെപ്റ്റ് 1 by 1 ആയിട്ട് ചാപ്റ്റർ വൈസ് എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഓരോ ടോപ്പിക്കുകളും തിരിച്ച് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ തിയറി കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോർഷൻസ് പഠിക്കുമ്പോഴോ ഏതെങ്കിലും ടോപ്പിക്കിലൊക്കെ ഡൗട്ട് വരുവാണെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ടോപ്പിക്കിലേക്ക് വന്നാൽ 3-dimensional ജോമെട്രി നിങ്ങൾക്കറിയാം. 11th 12th നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 11th ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. 12th ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. പക്ഷേ സിലബസൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ പ്ലെയിൻ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. സ്ട്രെയിറ്റ് ലൈൻസും അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഏകദേശം ഒരു 4 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് KEAM എക്സാമിന് പ്രതീക്ഷിക്കാം ഈ ടോപ്പിക്കിൽ നിന്ന്. നമുക്കിപ്പോൾ ഇതിനകത്തൊരു 23 ക്വസ്റ്റ്യനാണ് വരുന്നത്, 23-24 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 6 എക്സാമുകളായിട്ട് നടത്തി കഴിഞ്ഞ വർഷം. അപ്പോൾ ഏകദേശം 2026 നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആൽഫ, ബീറ്റ, ഗാമ ആർ ദ ആംഗിൾസ് മെയ്ഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എക്സ്, വൈ, ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ദെൻ കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ പ്ലസ് കോസ് ഗാമ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിളായിട്ട് ഇതിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് A + B + C ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്താൽ A² + B² + C², അതായത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ പ്ലസ് 2 ഇൻറ്റു ഈ 2AB 2BC 2AC ആണ്, അത് ഞാൻ ഔട്ട് സൈഡ് എടുത്തു എന്നുള്ളൂ. കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ പ്ലസ് കോസ് ബീറ്റ ഇൻറ്റു കോസ് ഗാമ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ഗാമ സീക്വൽ ടു റൈറ്റ് സൈഡ് 25/9 വരും സ്ക്വയർ ചെയ്യുമ്പോൾ. ഇത് റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നതാണ്. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ 1. ഇത്രയും ക്വാണ്ടിറ്റി 1 എന്നുള്ള റിസൾട്ട് പഠിക്കുന്നതാണ്. ഡയറക്ഷൻ കൊസൈനുമായി ബന്ധപ്പെട്ട് ഇത് റൈറ്റിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ പ്ലസ് എക്സെട്ര ദിസ് ഈക്വൽ ടു ഈ 1 റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ 25/9 മൈനസ് 1 വരും. ദാറ്റ് ഈസ് 16/9 എന്ന് വരും. 2 ഇൻറ്റു ദിസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് 1 റൈറ്റിലേക്ക് ചെല്ലുന്നു. ദെൻ ദിസ് 2 16 കട്ട് ചെയ്ത് പോയി. ആൻസർ ബിക്കം 8/9. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ആ ഒരു റിസൾട്ട് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ 1 എന്നുള്ള സിമ്പിൾ റിസൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് മീറ്റ് ദ ലൈൻ അറ്റ് Q ഇഫ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദെൻ ദ കോർഡിനേറ്റ് ഓഫ് Q. വേണമെങ്കിൽ ഓപ്ഷനിൽ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ x - 1/2 ഈക്വൽ ടു y/1
ഈക്വൽ ടു ഇസഡ് മൈനസ് 2/3. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻ. ഈ ലൈനിലാണ് ക്യൂ എന്നുള്ള പോയിന്റ്. ഞാൻ ഇസ് ഈക്വൽ ടു ലാംഡ എന്നെടുത്താൽ എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടും? 2 ലാംഡ പ്ലസ് 1. ആർബിട്രറി പോയിന്റ് എടുക്കുന്നു. ഈ ലൈനിൽ ഒരു ആർബിട്രറി പോയിന്റ്, ഞാൻ അതിനെ ക്യൂ എന്ന് വിളിക്കുന്നു. ആർബിട്രറി പോയിന്റ്, എനി പോയിന്റ്. എക്സ് കോർഡിനേറ്റിൻ്റെ ദൂരം 2 ലാംഡ പ്ലസ് 1, വൈ കോർഡിനേറ്റോ 1 റൈറ്റിലേക്ക് എന്ന ലാംഡ, ഇസഡ് കോർഡിനേറ്റോ 3 ലാംഡ പ്ലസ് 2. വി ടേക്ക് ദിസ് ആസ് ആൻ ആർബിട്രറി പോയിന്റ് ഓൺ ദ ലൈൻ. ദെൻ പി എന്നൊരു പോയിന്റ് അവർ തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് 6, 1, 3. ഇനി അവർ പറയുന്നത് എന്താണ്? ഈ പി ക്യൂവും നമുക്ക് തന്നിരിക്കുന്ന ലൈനും ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡയറക്ഷൻ റേഷ്യോസ് A1A2 പ്ലസ് B1B2 പ്ലസ് C1C2 0 ആയിരിക്കും. A1A2 പ്ലസ് B1B2 പ്ലസ് C1C2 0 ആയിരിക്കും. പാരലൽ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആയിരിക്കും. അപ്പോൾ പി ക്യൂവിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1. രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. അപ്പോൾ ദിസ് മൈനസ് ദിസ്, ദിസ് മൈനസ് ദിസ്, അപ്പോൾ 2 ലാംഡ മൈനസ് 5. ദിസ് മൈനസ് ദിസ്, ലാംഡ മൈനസ് 1. ദിസ് മൈനസ് ദിസ്, 3 ലാംഡ മൈനസ് 1. ഇതാണ് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. ഇതാണ് ലൈൻ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്താണ്? 2, 1, 3. ഇതാണ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. നിങ്ങൾക്കറിയാം ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എക്സ് മൈനസ് x1/a, y മൈനസ് y1/b, z മൈനസ് z1/c. ഇത് ഡയറക്ഷൻ റേഷ്യോ മുകളിൽ തരുന്ന പാസ് ചെയ്യുന്ന പോയിന്റ്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് A1 × A2, 2 × 2 ലാംഡ മൈനസ് 5. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് മാത്രം പ്ലസ് B1B2 1 × ലാംഡ മൈനസ് 1 പ്ലസ് 3 × 3 ലാംഡ മൈനസ് 1 സീക്വൽ ടു 0 ആയിരിക്കും. A1A2 പ്ലസ് B1B2 പ്ലസ് C1C2 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 4 ലാംഡ മൈനസ് 10 പ്ലസ് ലാംഡ മൈനസ് 1 പ്ലസ് 9 ലാംഡ മൈനസ് 3 സീക്വൽ ടു 0. ദെൻ റീഅറേഞ്ച് ചെയ്താൽ 5 ലാംഡ ദറ്റ് ഈസ് 14 ലാംഡ. കോൺസ്റ്റന്റ് ടേമുകൾ മൈനസ് 14 സീക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്താൽ വി ഗെറ്റ് ലാംഡ സീക്വൽ ടു 1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യൂ എന്നുള്ള പോയിൻ്റാണ്. ക്യൂ എന്നുള്ള പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ലാംഡയ്ക്ക് 1 ഇവിടെ കൊടുക്കുന്നു. ലാംഡയ്ക്ക് 1 ഇവിടെ കൊടുത്താൽ 3, 1, 5. 3, 1, 5 തേർഡ് ഓപ്ഷൻ കിട്ടുന്നു. 3, 1, 5 തേർഡ് ഓപ്ഷൻ കിട്ടുന്നു. ഈ ആർബിട്രറി പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ അക്യൂട്ട് ആംഗിൾ തീറ്റ എന്നെടുത്താൽ കോസ് തീറ്റ ഈക്വൽ ടു ഫോർമുല എന്തായിരുന്നു? മോഡ് ഓഫ് A1A2 പ്ലസ് B1B2 പ്ലസ് C1C2 ബൈ റൂട്ട് ഓഫ് A1² പ്ലസ് B1² പ്ലസ് C1² ഇൻറ്റു റൂട്ട് ഓഫ് A2² പ്ലസ് B2² പ്ലസ് C2². ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദെയർ ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് താഴെ വരുന്നതാണ്. ഇത് A1 P1 C1, A2 B2 C2. പിന്നെ അതേ ഫോമിൽ അല്ലേന്ന് നോക്കണമെന്ന് മാത്രം. എക്സ് മൈനസ് x1/A1, y മൈനസ് അതേ ഫോമിൽ അല്ലേന്ന് നോക്കണം. ചിലപ്പോൾ ഈ വേരിയബിളിന് കോഎഫിഷ്യൻ്റ് വരും. പിന്നെ ചിലപ്പോൾ ഇത് തിരിച്ചിടും, 3 - x എന്നിടും. അതൊന്നും ശ്രദ്ധിക്കണം. അങ്ങനെ പലപ്പോഴും ഗെയിമിന് ചോദിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണെന്ന് അവർ പറയും. എന്നിട്ട് ഈ ഡയറക്ഷൻ റേഷ്യോയിൽ ഏതെങ്കിലും അൺനോൺ കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ ന്യൂമറേറ്ററും അതേ ഫോം ഞാൻ ഉദ്ദേശിച്ചത് എക്സ് മൈനസ് x1/A, y മൈനസ് y1/b അതേ രീതി തന്നെയായിരിക്കണം. അല്ലാതെ y1 മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെ കോഎഫിഷ്യൻറ്റുകൾ വരുന്നു അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ആ പ്രശ്നമൊന്നുമില്ല. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് A1A2 1 × 2 പ്ലസ് B1B2 മൈനസ് 1 × 2 പ്ലസ് C1C2 മൈനസ് 1 × -2 ബൈ റൂട്ട് ഓഫ് A1² പ്ലസ് B1² പ്ലസ് C1². That is 1 plus 1 plus 1 into root of A2² plus B2² plus C2². 4 plus 4 plus 4. So which is equal to 2 cut 2 divided by √3 into 2 √3. 12 കിട്ടും. 12നെ 4 × 3 എന്ന് എഴുതി. Then 2 cancel. It's become 1/3.
കോസ് തീറ്റ ഈക്വൽ ടു 1/3, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3. അഥവാ ഫോർത്ത് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രൈറ്റ് ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ്. 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 പോയിന്റ് യൂണിറ്റ് വെക്റ്റർ പാരലൽ ടു ദിസ് ലൈൻ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്തായിരിക്കും? ഡയറക്ഷൻ റേഷ്യോ x2 minus x1 that is 3, y2 minus y1 that is 1, z2 minus z1 that is 2, minus 2. അപ്പോൾ ഡയറക്ഷൻ വെക്റ്റർ, ഞാനിപ്പോൾ അതിനെ വെക്റ്റർ എ എന്ന് വിളിച്ചാൽ ദിസ് ബിക്കം 3i പ്ലസ് ജെ മൈനസ് 2k. ഇതിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ എ വിച്ച് ഇസ് ഈക്വൽ ടു 3i പ്ലസ് ജെ മൈനസ് 2k ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. യൂണിറ്റ് വെക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ പാരലൽ ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ലൈൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ. ഓക്കെ, 9 പ്ലസ് 1 പ്ലസ് 4 a² പ്ലസ് b² പ്ലസ് c² ദാറ്റ് ഈസ് √14. ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഓപ്ഷൻ ഫിഫ്ത്ത് ആൻസർ കിട്ടും. അടുത്ത്, ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ്. ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 വിധത്തിൽ ചെയ്യാം. ഒന്ന്, ഓപ്ഷനിൽ നിന്ന് ഒരു പോയിന്റ് എടുത്ത് ഇവിടെ കൊടുത്തു, ഓരോ ഓപ്ഷൻസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ എക്സിന് -3 കൊടുത്താൽ എന്ത് കിട്ടും? -2/2 കിട്ടും. ഇറ്റ് ബിക്കം -1. വൈക്ക് 0 കൊടുത്താൽ -4/4 ദാറ്റ് ഈസ് -1. ഇസഡിന് -3 കൊടുത്താൽ -5/5 ദാറ്റ് ഈസ് -1. ഇത് 3 ഈക്വൽ ആണ്. ഓപ്ഷൻ എ ശരിയാണ്. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു ആർബിട്രറി പോയിന്റ് വിളിക്കുന്നു. ആർബിട്രറി പോയിന്റ് വിളിച്ചു കഴിഞ്ഞാൽ 2λ - 1, 4λ + 4, 5λ + 2. ആർബിട്രറി പോയിന്റ് സീക്വൽ ടു ലാംഡ. ആ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ലാംഡ മാറുന്നതനുസരിച്ച് പോയിന്റിൻ്റെ വാല്യൂ മാറും. എക്സ് കോർഡിനേറ്റ് 2λ അങ്ങനെ കിട്ടി. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് ഇതിനകത്ത് മിഡിലെ വാല്യൂ 0, അത് ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ വി ഗെറ്റ് ലാംഡ ഈക്വൽ ടു -1 കിട്ടി. ഓക്കെ, ലാംഡ ഈക്വൽ ടു -1 എന്ന് എല്ലാത്തിലും കൊടുത്തു നോക്ക്. ലാംഡ ഈക്വൽ ടു -1, ലാംഡ ഈക്വൽ ടു -1 കൊടുത്താൽ ഇത് 0 വരും, ഇവിടെ -3 വരും, ഇവിടെ -3 വരും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷനിൽ നിന്ന് ലാംഡയ്ക്ക് വാല്യൂ കൊണ്ട് പിടിക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടുതൽ 0 വന്നേക്കൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളൂ. വേറെ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ശരിയാവില്ല. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് ഇപ്പോൾ ലാംഡയ്ക്ക് 3 കൊടുത്തു, ഇതിന് 3 കൊടുത്തു വന്നിരിക്കട്ടെ. സീക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ സീക്വൽ ടു 2 കിട്ടും. ലാംഡ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3 കിട്ടും. പക്ഷേ ലാംഡ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3 കിട്ടുക 12 കിട്ടുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ ചെക്ക് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. ഓപ്ഷനിൽ നിന്ന് എടുത്ത് എക്സിന് വൈക്ക് സെഡിന് വാല്യൂ കൊടുക്കുക, ഈക്വൽ ആയിട്ട് വരുന്ന റേഷ്യോ എടുത്താൽ മതി, പോയിന്റ് എടുത്താൽ മതി. ഇനി 2 ലൈൻസ് കോപ്ലൈനാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോപ്ലൈനാർ എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ന്യൂമറേറ്റർ 0 കൊടുത്താൽ മതി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ന്യൂമറേറ്റർ 0 എന്ന് കൊടുക്കുക. അതായത് ഡിറ്റർമിനൻറ്റ് x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1, a1 b1 c1, a2 b2 c2. അത് 0 എന്ന് കൊടുത്താൽ മതി. കോപ്ലൈനാർ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റൻ ആട്ടോ. ഇതാണ് x1 y1 z1. അപ്പോൾ 3 - 4 ദാറ്റ് ഈസ് -1, 4 - 3 ദാറ്റ് ഈസ് 1, -3 കാരണം ഇത് z -3 എന്നാണ് വരുന്നത്, z -2. അപ്പോൾ -3 -2 ദാറ്റ് ബിക്കം -1. m2 1 1 1 m ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. കോപ്ലൈനാർ. ദെൻ ഇനി -1 ഇൻറ്റു എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേണമെങ്കിൽ 0 ആയി പോയിക്കോളും. കുറച്ചുകൂടി എളുപ്പം കിട്ടും വേണമെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതായത് c1 gives c1 പ്ലസ് c2, c3 gives c3 പ്ലസ് c2. ഇത് c1,
ഇത് C2, ഇത് C3. ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, ആൻസർ കിട്ടും. ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈമുകൾ 0 ആയി പോയിക്കോളൂന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് മാത്രമേ നോക്കിയുള്ളൂ. ഫസ്റ്റ് കോളത്തെ സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. സെക്കൻഡ് കോളം ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. സെക്കൻഡ് കോളത്തിൽ നോ ചേഞ്ച്. ഫസ്റ്റ് കോളം ചേഞ്ച് ചെയ്യും, ഫസ്റ്റും സെക്കൻഡോട് ആഡ് ചെയ്യും. ദിസ് 0, ദിസ് ബിക്കം m+2, ദിസ് ബിക്കം 2. അടുത്തത് C3 + C2, ദിസ് ബിക്കം 0, ദിസ് ബിക്കം 3, ദിസ് ബിക്കം m+1 ഈക്വൽ ടു 0. നമുക്കിനി ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ -1 ഇൻറ്റു ഇത് വരുന്ന റോയും കോളവും പോയി. ബാക്കി എന്ത് കിട്ടുമെന്ന് നോക്കൂ. m+2 ഇൻറ്റു m+1 -6 ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ആദ്യത്തെ 0 ആയി പോയി, അടുത്ത് -1. ഞാൻ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന മാക്സിമം സീറോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് റോ വെച്ച് സാധാരണ സ്കൂളിൽ ചെയ്യുന്നത് പോലെ എക്സ്പാൻഡ് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ -1 കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. m² + 3m + 2 + 6 8 കിട്ടും. ഈക്വൽ ടു 0. തെറ്റിയോ എവിടെയെങ്കിലും? ഇല്ല, m² + 3m m+1 m+2 കിട്ടും. ദെൻ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 8, സമ്മ് 3. കംപ്ലീറ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 - 3 6. ഫോൾ നമ്പർ വരുന്നില്ലല്ലോ, എവിടെയാണ് തെറ്റിയത്? 2 - 6 8 നോക്കട്ടെ. ഇത് ഇവിടുത്തെ ഈ സൈനിൽ തെറ്റ് വന്നു. അതായത് ഇത് കോമണാണ്, ഈ -1 ഇൻറ്റു എന്നുള്ളത് കോമണാണ്. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കോൺസ്റ്റൻറ്റ് മാറി. കംപ്ലീറ്റ് മൈനസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 വരും. 2 - 6 കിട്ടും. 2 - 6. 2 - 6 എന്ന് പറഞ്ഞാൽ -4 വരും. അപ്പോൾ m+4 ഇൻറ്റു m-1 ഈക്വൽ ടു 0. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് -4, സമ്മ് 3, 4ഉം -1. അപ്പോൾ ഇതിനകത്ത് m ഈക്വൽ ടു -4, m ഈക്വൽ ടു 1. സെക്കൻഡ് ഓപ്ഷൻ കിട്ടുന്നു, -4 1. വീണ്ടും ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് cos θ ഈക്വൽ ടു മോഡുലസ് a1 a2 -4 ഇൻറ്റു 2 b1 b2 3 ഇൻറ്റു 1 c1 c2 5 ഇൻറ്റു 3 ബൈ റൂട്ട് ഓഫ് 16 + 9 + 25 ഇൻറ്റു റൂട്ട് ഓഫ് 16 അല്ല 4 + 1 + 9 which is equal to -8. Then +18. So it becomes 10 by denominator. This become root 25 + 25 root 50 വരും ഇൻറ്റു root 14 വരും which is equal to root 50 നമുക്ക് എന്തെഴുതാം? 10 by 5 root 2 ഇൻറ്റു root 7 ഇൻറ്റു root 2 അല്ലേ? 50യെ 25 ഇൻറ്റു 2 ആക്കി. ഇതും കട്ട് ചെയ്ത് പോയിട്ട് ന്യൂമറേറ്ററിൽ 2 വരും. root 2 ഇൻറ്റു root 2 അതും 2 വരും. അപ്പോൾ ആ root 2 കട്ടായി പോയിട്ട് 1/√7 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ cos θ is equal to 1/√7, θ is equal to cos inverse 1/√7. ഡയറക്റ്റ് NCERT റിസൾട്ട്. അടുത്തത്, ഇഫ് ദ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ. ഈ ലൈൻ ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ എക്സിനും വൈക്കും സെറ്റിനും വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ എക്സിന് -1 കൊടുത്താൽ -1 + 1/4, വൈക്ക് -2 + 2/-3, ഇസഡിന് -3 -α/-2. സോ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാം, നമുക്ക് ന്യൂമറേറ്ററിൽ 0 0 0 0 വരുന്നു. സോ ആൽഫ ഈക്വൽ ടു വാട്ട്? ആൽഫ ഇസ് ഈക്വൽ ടു -3 അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് തന്നെ പോയിന്റ് കിട്ടും. കാരണം ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഇത് x -
-1 എന്നാണ് ഇടുന്നത്. അപ്പോൾ ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റാണ് -1 -2 ആൽഫ. ഇതാണ് പോയിന്റ് -1 -2 ആൽഫ. അപ്പോൾ അതെ -1 -1 -2 -2, സോ ആൽഫ ഈക്വൽ ടു -3. ആൽഫ ഈക്വൽ ടു -3 ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ കിട്ടും. അടുത്തത് OP, ബി എ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിന്റെ വെക്ടർ തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. അതായത് ഇപ്പോൾ പി എന്നൊരു പോയിന്റ് ഉണ്ട്, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആർ എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണും. ഒന്നുകിൽ നിങ്ങൾക്ക് പാരലായിട്ട് ലൈൻ വരച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ വെക്ടർ A2 എന്ന് വിളിച്ചു വന്നിരിക്കട്ടെ. ഇതിൻ്റെ ഇക്വേഷൻ A1 പ്ലസ് ലാംഡ ഇൻറ്റു B1, അല്ലെങ്കിൽ ബി എന്ന് വിളിച്ചു വന്നിരിക്കട്ടെ പി. ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞാൽ മോഡ് A2 മൈനസ് A1 ക്രോസ് ബി ബൈ മോഡ് ബി. A2 മൈനസ് A1 ക്രോസ് ബി ബൈ മോഡ് ബി. അപ്പോൾ ഇതിനകത്തിപ്പോൾ A2 മൈനസ് A1 ചെയ്താൽ 2J മൈനസ് ജെ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2J മൈനസ് ജെ, കാരണം പാസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇതാണ് A2, ഇതാണ് A1. ആർ ഇസ് ഈക്വൽ ടു A1 പ്ലസ് ക്രോസ് ബി എന്ന് പറഞ്ഞ ലാംഡയ്ക്ക് ശേഷം വരുന്നത് I പ്ലസ് ജെ ബൈ മോഡ് I പ്ലസ് ജെ. ഇതിപ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. A2 എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഈസ് 2J. A1 എന്ന് പറയുന്നത് ഇത്, ദിസ് ബിക്കം J. ഇനി അപ്പോൾ J ക്രോസ് I പ്ലസ് ജെ ബൈ മോഡുലസ് വേണേ, ഡിസ്റ്റൻസ് അല്ലേ. മോഡ് I പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ √1 + 1 വിച്ച് ഇസ് ഈക്വൽ ടു J ക്രോസ് I എന്ന് പറയുമ്പോൾ -k വരും. J ക്രോസ് J 0 വരും ബൈ √2 മോഡുലസ്. സോ ഇറ്റ് ഈസ് 1 ബൈ √2 അല്ലേ. ഇതിൻ്റെ മോഡുലസ് എടുക്കുന്നു. മോഡ് ഓഫ് -k ഇറ്റ് ഈസ് 1 ബൈ √2. 1 ബൈ √2 ഓപ്ഷൻ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യാം? ഇൻറ്റു √2 ബൈ √2. അപ്പോൾ √2/2 എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതണം. ഓക്കെ, ഡയറക്റ്റ് കൺവേർട്ട് ചെയ്താൽ മതിയല്ലോ. ഇതാണ് പാസ് ചെയ്യുന്ന പോയിന്റ്. അത് ന്യൂമറേറ്ററിൽ എഴുതും. x - 2 y -7 z -11 പാസ് ചെയ്യുന്ന പോയിന്റ്. ഇത് ഡയറക്ഷൻ റേഷ്യോ. ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ എഴുതിയാലും മതി. 37 - 13. 37 - 13 ഏത് ഓപ്ഷൻ കിട്ടും? ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ എ സ്ട്രേറ്റ് ലൈൻ? ദെൻ ഇതിനെ നമുക്ക് വീണ്ടും കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. x - 13 ഇത് പാസ് ചെയ്യുന്ന പോയിന്റ്. y -14 വരുമ്പോൾ y + 14 z -23 ബൈ ഇത് ഡയറക്ഷൻ റേഷ്യോ 5 - 7 -9. x - x1 by a equal to y - y1 by b equal to z - z1 by c. Then പാസ് ചെയ്യുന്ന പോയിന്റ് ഡയറക്റ്റ് ഇതിനകത്തുണ്ടല്ലേ. x13 ഇതിനകത്ത് പാസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ പോയിന്റ് ഓൺ ദ സ്ട്രേറ്റ് ലൈൻ? 13 -14 -23 അതിനകത്ത് പോയിന്റ് ആണല്ലോ അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ ശരിയല്ലേ. 13 കൊടുത്തു, -14 കൊടുത്തു. ഇല്ല -23 വന്നേക്കണം. അത് ശരിയാവില്ല കേട്ടോ, ശരിയാവില്ല -23 വന്നേക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുക. ഒന്നുകിൽ ഓപ്ഷൻ ഓരോന്നെടുത്ത് കൊടുത്തു നോക്കുക, ഇത് ഈക്വൽ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ സീക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ 5 ലാംഡ + 13 വരും, -7 ലാംഡ -14 വരും, -9 ലാംഡ + 23 വരും. ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ 13 കൊടുത്തു എന്നിരിക്കട്ടെ, സീക്വൽ ടു 13. കാരണം എക്സ് കോർഡിനേറ്റ് രണ്ടെണ്ണത്തിൽ 13 ഉണ്ട്. 13 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? ലാംഡയ്ക്ക് 0 കിട്ടും. ലാംഡയ്ക്ക് 0 കൊടുത്താൽ അടുത്ത കോർഡിനേറ്റ് -14 കിട്ടണം. അതൊക്കെ ഇവിടെ -23 അല്ല +23 കിട്ടണം.
ഞാൻ പറഞ്ഞത് ലാംഡയ്ക്ക് നിങ്ങൾ ഇതിന് 13 കൊടുത്താൽ വി ഗെറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഇതിന് 13 കൊടുക്കാൻ കാരണം രണ്ടെണ്ണത്തിൽ 13 വരുന്നുണ്ട്, അതുകൊണ്ട് അത് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ലാംഡയ്ക്ക് 0 കൊടുത്താൽ ഇത് 13, ഇത് -14, ഇത് +23 വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കിയത്. ഫിഫ്ത്തും പറ്റില്ല. പിന്നെ ലാംഡയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വാല്യൂ ആണ് 23, കാരണം 23 പല ഓപ്ഷനിൽ 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 23 കൊടുത്താൽ ലാംഡ എന്ത് കിട്ടും? ലൈറ്റിലേക്ക് പോകുമ്പോൾ 13 കിട്ടും, 5/13 കിട്ടും, അല്ല 13/5 കിട്ടും. ലാംഡ എന്ന് പറയുന്നത് 13/5 കിട്ടും. ശരിയല്ലേ? സീക്വൽ ടു 23 കൊടുത്തു. 23 കൊടുത്തു കഴിഞ്ഞാൽ 13 അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ 10 വരുന്നത്. 10/5 എന്ന് പറയുമ്പോൾ 2 വരും. ലാംഡ ഈക്വൽ ടു 2. അപ്പോൾ ലാംഡയ്ക്ക് 2 കൊടുത്താൽ ഇത് 23 കിട്ടി. ലാംഡയ്ക്ക് 2 കൂടെ കൊടുത്താലോ? -14 -28 കിട്ടി. ലാംഡയ്ക്ക് 2 കൂടെ കൊടുത്താലോ? -18 + 23 5 കിട്ടി. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ അതിൽ എളുപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് ഇതിനകത്ത് കൊടുത്തു നോക്കുന്നു. കാർട്ടീഷ്യനിലേക്ക് മാറ്റിയിട്ടാണെങ്കിൽ ചെക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഫോർത്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 23 - 13 10, 10/5 2 കിട്ടും. -28 കൊടുത്താൽ -28 + 14 -14 -14/-1 2 കിട്ടും. അങ്ങനെ ചെയ്താലും മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലൈൻ മീറ്റ് XZ പ്ലെയിൻ. ഇതുപോലെ തന്നെ ഈ ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുന്നത് എല്ലായിടത്തും ആവശ്യം വരുന്നു കേട്ടോ. സീക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ X കോർഡിനേറ്റ് എന്ത് കിട്ടും? 11 ലാംഡ -3. Y കോർഡിനേറ്റ് എന്ത് കിട്ടും? -λ +2. Z കോർഡിനേറ്റ് എന്ത് കിട്ടും? 3 ലാംഡ -1. സീക്വൽ ടു ലാംഡ എന്ന് കൊടുത്തു. X, Y, Z കണ്ടുപിടിക്കുന്നു. ദിസ് ലൈൻ മീറ്റ്സ് XZ പ്ലെയിൻ. XZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആരാണ് 0? XZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ Y കോർഡിനേറ്റ് 0 ആയിരിക്കും. വി ഗെറ്റ് ലാംഡ സീക്വൽ ടു 2. ലാംഡയ്ക്ക് 2 കൊടുക്കൂ. ലാംഡയ്ക്ക് 2 കൊടുത്താൽ ഇത് 0 വരും. ലാംഡയ്ക്ക് 2 കൊടുത്താൽ ഇത് 5 വരും. ലാംഡയ്ക്ക് 2 കൊടുത്താൽ ഇത് 22 - 3 18 അല്ലേ? സോറി 1905 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. അല്ലേ ഓപ്ഷൻ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. മീറ്റ് XZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ Y കോർഡിനേറ്റ് 0 Y കോർഡിനേറ്റ് 0 എന്നൊരു ഓപ്ഷൻ മതി. Y കോർഡിനേറ്റ് XZ പ്ലെയിനിൽ Y കോർഡിനേറ്റ് 0 Y കോർഡിനേറ്റ് 0 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനുള്ളൂ. മതി, ചെയ്തോളൂ. വേറെ ഒന്നും ആലോചിക്കാനില്ല, ഒരു ഐഡിയ വേണ്ട. അടുത്തത് ഞാൻ കൃത്യമായ മെത്തേഡിലൂടെ പോയെന്നുള്ളൂ. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. പാസ് ചെയ്യുന്ന പോയിന്റ് നോക്ക്, ഇതാണ് പാസ് ചെയ്യുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലേ വരുള്ളൂ. അത് വേറെ ഒന്നും ചിന്തിക്കേണ്ട, കാരണം X കോർഡിനേറ്റ് 0 Y കോർഡിനേറ്റ് 0 Z കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപ്പ് ഉള്ളൂ. പിന്നെ ഡയറക്ഷൻ റേഷ്യോ വരുന്നത് x2 - x1 1 - 0 1 കിട്ടും. 1 - 0 1 കിട്ടും. 0 - 1 -1 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരും. വേറെ ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെക്ടർ പാരലൽ ടു ദിസ് സ്ട്രേറ്റ് ലൈൻ. ഇതിന് പാരലൽ ആയിട്ടുള്ള വെക്ടറാണ് ചോദിച്ചേക്കണം. നോക്കൂ, ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3i വെക്ടർ ബി. ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ആണ്. ലാംഡയ്ക്ക് ശേഷം വരുന്നതാണ് അതിന് പാരലൽ ആയിട്ട് വരുന്ന വെക്ടർ. ഇതാണ് പാരലൽ ആയിട്ട് വരുന്ന വെക്ടർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെക്ടർ പാരലൽ ടു ദിസ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഏത് ഓപ്ഷനും എഴുതാം. ഈ ഓപ്ഷൻ തന്നെ ഉണ്ടോ? ഈ ഓപ്ഷൻ ഇല്ല. ഇതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടില്ലേ? കംപ്ലീറ്റ് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ -3i + 5j - 2k. പാരലൽ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആയാൽ മതി. ഒരു ലൈൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ലാംഡയ്ക്ക് ശേഷം വരുന്നത് ഡയറക്ഷൻ റേഷ്യോ. അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഏത് ഓപ്ഷനും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്നതാണ് ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ എടുക്കും. എ സ്ട്രൈറ്റ് ലൈൻ ത്രൂ ദ പോയിന്റ് മീറ്റ്സ് ദ ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾ. ഇറ്റ്സ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകിൽ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യാം. അതായത് എത്രയേ ഉള്ളൂ, ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന വേണമെങ്കിൽ ആദ്യം പറയാം. ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യണം. 1 - 1 0. അപ്പോൾ ന്യൂമറേറ്റർ x - 1 y + 1 z.
എക്സ് മൈനസ് വൺ വൈ പ്ലസ് വൺ ഇസഡ്, എക്സ് മൈനസ് വൺ വൈ പ്ലസ് വൺ ഇസഡ് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ന്യൂമറേറ്റർ എക്സ് മൈനസ് വണ്ണ് വൈ പ്ലസ് വൺ ഇസഡ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് പെർപെൻഡിക്കുലർ ആവണം. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്ത് ചെയ്യണം? A1A2 പ്ലസ് B1B2 പ്ലസ് C1C2 0 വരണം. നോക്കൂ, ഇതിനകത്ത് നോക്കിയേ, 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് ദാറ്റ് ഈസ് -2 വിച്ച് ഈസ് 0. ശരിയാണ്. ഇതിനകത്ത് നോക്കാം, 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു 1 1 പ്ലസ് -1 ഇൻറ്റു -2 വിച്ച് ഈസ് 2 ദാറ്റ് ഈസ് 4. ഇതൊരിക്കലും 0 വരുന്നില്ല. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അങ്ങനെ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈൻ്റെ ഇക്വേഷൻ നേരത്തെ എഴുതിയതുപോലെ ലൈൻ്റെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് A1A2 ആ രീതിയിൽ ചെക്ക് ചെയ്യാം. ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് മതിയല്ലോ. ഓപ്ഷൻ ചെക്ക് ചെയ്തെടുത്താൽ മതി. അടുത്ത ഇക്വേഷൻ ഓഫ് എ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. രണ്ട് പോയിന്റ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ x2 മൈനസ് x1 ദാറ്റ് ഈസ് x മൈനസ് x1. ഇത് x1 y1 z1 x2 y2 z2 x minus x1 by x2 minus x1 y minus y1 by y2 minus y1 z minus z1 by z2 minus z1 then x minus 1 by 3 minus 1 y minus 2 by 4 minus 2 z minus 3 by k minus 3 അല്ലേ? എക്സ് മൈനസ് x1 ബൈ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ നോക്കിയേ, എക്സ് മൈനസ് 1 ബൈ, ഇവിടെ 2 കിട്ടും, y മൈനസ്, ഇവർ നേരെ തിരിച്ചാടും, ഏതാ പോയിന്റ് നേരെ തിരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോമിൽ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അതായത് x2 മൈനസ് x1 ആണ് അവർ പോയിന്റ്, ഇതാണ് x1 y1 ആയിട്ട് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇത് കണ്ടില്ലേ, പോയിന്റ് എങ്ങനെയല്ല എടുക്കണേ. അപ്പോൾ x മൈനസ് 3 ബൈ 3 മൈനസ് 1 അപ്പോൾ 2 വരും. നേരെ തിരിച്ചു എന്ന് മാത്രം കേട്ടോ. ഇത് x2 x1 തിരിച്ചു. y മൈനസ് 4 ബൈ 4 മൈനസ് 2 z മൈനസ് k ബൈ k മൈനസ് 3. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, അവർ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ റേഷ്യോ എന്താണ്? 1 1 5 എന്നാണ്. 1 1 5. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ, ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഇപ്പോൾ ശരിക്കും വരുന്നത് 2 2 k മൈനസ് 3 എന്നല്ലേ? ഡിനോമിനേറ്ററിൽ വരുന്നതാണ് ഡയറക്ഷൻ റേഷ്യോ. നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ വരുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 1 k മൈനസ് 3 ബൈ 2. ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണലാണ് മക്കളെ. അപ്പോൾ മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് കണ്ടോ 1 1 അതേ ഫോമില കിടക്കുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പ്രൊപ്പോർഷണലാന്നുള്ള രീതിയിൽ എഴുതിയാലും മതി. ഏത് 1/2 സീക്വൽ ടു ആ രീതി ചെയ്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. അതായത് പാരലല്ലേ, അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ നമ്മൾ എഴുതുന്നു. അപ്പോൾ അവർ നമുക്ക് കിട്ടിയേക്കണത്, അപ്പോൾ ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന് മാത്രം. സീക്വൽ ടു 5 എന്ന് കൊടുത്താൽ k is equal to 13 കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ വരുന്നത് 1 1 5 ആണ്. നമുക്ക് കിട്ടിയത് അതായത് ഇതാ 2 2 k മൈനസ് 3. ഇത് പ്രൊപ്പോർഷണലാണ്, കാരണം പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പാരലൽ എന്നല്ല, സെയിം ലൈൻ്റെ ഇക്വേഷൻ തന്നെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പ്രൊപ്പോർഷണലാണ്, സെയിം ലൈനാണ്, പാരലൽ നല്ല സെയിം ലൈൻ. പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ്. അതായത് എക്സ് വൈ ഇസഡ് ആക്സിസിന്റെ പ്രൊജക്ഷൻ തന്നിരിക്കുന്നത്. അത് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം ഇത് എക്സ് ഇത് വൈ ആന്നിരിക്കട്ടെ, ഞാനൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ആ പോയിന്റിനെ 2 3 എന്ന് വിളിക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് ദിസ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം. ഇത് 2 ആയിരിക്കും പ്രൊജക്ഷൻ ഓൺ എക്സ് ആക്സിസ്. പ്രൊജക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് 3 ആയിരിക്കും. അപ്പോൾ ശരിക്കും പ്രൊജക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, പ്രൊജക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്. അപ്പോൾ ശരിക്കും ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ നമ്മൾ വെക്ടർ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം. വെക്ടർ ഒ പി എന്ന് പറഞ്ഞാൽ ശരിക്കും 5 i ക്യാപ് പ്ലസ് 6 j ക്യാപ് പ്ലസ് 8 k ക്യാപ്.
എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്താ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലെങ്ത് മോഡ് ഓഫ് പി √25 പ്ലസ് 36 പ്ലസ് 64 √125 വരും. √125 എന്ന് പറഞ്ഞാൽ 25 × 5 എഴുതാം. ദാറ്റ് ഈസ് 5√5 എഴുതാം. 5√5 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ലൈൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നേൽ കാർട്ടീഷ്യൻ ഫോമിൽ ചെയ്യാം, അതല്ലെങ്കിൽ വെക്റ്റർ ഫോമിൽ. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് A2 എന്ന് വിളിക്കും. A2 എന്താണ്? 2i പ്ലസ് 3j പ്ലസ് 4k. A1 എന്ന് പറയുന്ന പോയിന്റ്, ആ ലൈനിലെ പോയിന്റ് ആണ് A1. ദാറ്റ് ഈസ് 4i ന്യൂമറേറ്ററിൽ വരുന്നു, പ്ലസ് 4j പ്ലസ് 6k. അടുത്ത് വെക്റ്റർ ബി -2i പ്ലസ് 2j പ്ലസ് k. A2 മൈനസ് A1 ക്രോസ് ബി ബൈ മോഡ് ബി. ഇതായിരുന്നു ഫോർമുല. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിന് ഈ പോയിന്റിൽ ഇതിന് പാരലായിട്ടുള്ള ലൈൻ അങ്ങ് വരച്ചാലും കുഴപ്പമില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അത് നിങ്ങൾ NCERT ഒരു വർക്കൗട്ട് എക്സാമ്പിൾ ഉണ്ട്, ആ കൺസെപ്റ്റ് വെച്ച് ചെയ്തെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ A2 മൈനസ് A1 ക്രോസ് ബി ചെയ്യാം. A2 മൈനസ് A1 ക്രോസ് ബി ചെയ്യാം നമുക്ക്. A2 മൈനസ് A1 ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് IJK. ഫസ്റ്റ് റോ A2 മൈനസ് A1. A2 മൈനസ് A1 2 മൈനസ് 4 -2 -2 -1 -2. വെക്റ്റർ ബി -2 2 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു i ഇൻറ്റു -1 -2 -1 പ്ലസ് 4 ദാറ്റ് ഈസ് 3 മൈനസ് j ഇൻറ്റു -2 -4 that is -6 plus k into -4 -2 -6 that is 3i plus 6j minus 6k. ഇതിൻ്റെ മോഡുലസ് ദാറ്റ് ഈസ് √, വേണമെങ്കിൽ 3 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കണേ എടുക്കാം കേട്ടോ. അപ്പോൾ 3 × √1 പ്ലസ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് 9 കിട്ടും അല്ലേ? 9 കിട്ടും. 36 പ്ലസ് 36 9 കിട്ടും. ഇനി ബൈ മോഡ് ബി. സോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന എന്ത് കിട്ടും? 9 ബൈ മോഡ് ബി √4 പ്ലസ് 4 പ്ലസ് 1 അല്ലേ? അപ്പോൾ ആൻസർ 1 ആയി പോകും. എവിടെ തെറ്റിയത്? എവിടെ തെറ്റിയില്ലേ? ഇതിൻ്റെ മോഡുലസ് അല്ല, തെറ്റിയില്ല. 9/3 എന്നല്ലേ വരുള്ളൂ. ഞാനിത് 9 എന്ന് വിചാരിച്ചു. 1 ഓപ്ഷൻ ആയിരുന്നു മാർക്ക് ചെയ്തേനെ കേട്ടോ, നെഗറ്റീവ് അടിച്ചേനെ അല്ലേ? 9/3 3 ആണ്. ഞാനിതിൻ്റെ റൂട്ടിനെ കുറിച്ച് ചിന്തിച്ചില്ല. 9/9 1 ഉണ്ടോയെന്ന് നോക്കി. 1 ഉണ്ടായിരുന്നു, ഞാൻ മാർക്ക് ചെയ്തേനെ, നെഗറ്റീവ് അടിച്ചേനെ. തെറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അടുത്തത്, എ പോയിന്റ് P വിത്ത് എക്സ് കോർഡിനേറ്റ് 7 ലൈൻസ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്. അതായത് 2 പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. നേരത്തെ പറഞ്ഞതുപോലെ x മൈനസ് x1 ബൈ x2 മൈനസ് x1 4 മൈനസ് 1 y മൈനസ് y1 ബൈ y2 മൈനസ് y1 z മൈനസ് z1 ബൈ z2 മൈനസ് z1 ദാറ്റ് ഈസ് x മൈനസ് 1 ബൈ 3 y മൈനസ് 2 ബൈ 4 z മൈനസ് 3 ബൈ 5. ഇതാണ് ലൈൻ. ആ ലൈൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ സീക്വൽ ടു ലാംഡ എന്ന് കൊടുത്തിട്ട് എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടും? 3 ലാംഡ പ്ലസ് 1 4 ലാംഡ പ്ലസ് 2
5 ലാംഡ പ്ലസ് 3 ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അവർ 7 തന്നിട്ടുണ്ട്. ദിസ് ഈക്വൽ ടു 7 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്ത് കിട്ടും? 2 വരും അല്ലേ? 3 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 7, 3 ലാംഡ ഈക്വൽ ടു 6, ലാംഡ ഈക്വൽ ടു 2. ലാംഡ ഈക്വൽ ടു 2 കംപ്ലീറ്റ് കൊടുത്തേ. ലാംഡ ഇസ് ഈക്വൽ ടു 2. ആദ്യത്തെ പോയിന്റ് 7 വരും. ഇവിടെയോ 8 പ്ലസ് 2 10 വരും. ഇവിടെയോ 10 പ്ലസ് 3 13 വരും. 7 10 13 7 10 13 ഫോർത്ത് ഓപ്ഷൻ കിട്ടും. 7 10 13 ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, the coordinates of the point P. Next, if the point 3 6k lie on the line, then the value of k. ഈ പോയിന്റ് ലൈനിൽ കിടക്കുന്നു. അപ്പോൾ ആ പോയിന്റ് അതിനകത്ത് കൊടുത്താലും വരാം, അല്ലെങ്കിൽ ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്നിലെ പോയിന്റ് എടുത്ത് അതിനകത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കുന്നു. സീക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ ലാംഡ പ്ലസ് 1, 2 ലാംഡ പ്ലസ് 2, 3 ലാംഡ പ്ലസ് എത്ര കിട്ടും? 3. ഇതാണ് ആർബിട്രറി പോയിന്റ്. അപ്പോൾ ഇതിനകത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന് എത്ര കൊടുക്കും? 3 കൊടുക്കും. ദിസ് ഈക്വൽ ടു 3. ദിസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ലാംഡ എന്ത് കിട്ടും? ദിസ് ഈക്വൽ ടു 3. ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു 2 കിട്ടും. അപ്പോൾ ലാംഡ 2 കൊടുത്തു കഴിഞ്ഞാൽ പോയിന്റ് എന്ത് കിട്ടും? 3 കിട്ടും. ലാംഡ 2 കൂടെ കൊടുത്താൽ 6 കിട്ടും. ലാംഡ 2 കൂടെ കൊടുത്താൽ 9 കിട്ടും. അവർ പറഞ്ഞിരിക്കുന്നത് 3 6k, k is equal to 9 ആയിരിക്കും. തേർഡ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഞാൻ ആർബിട്രറി പോയിന്റ് കണ്ടുപിടിച്ച് ചെയ്തു, അല്ലെങ്കിൽ ഈ പോയിന്റ് ഇവിടെ കൊടുക്കുന്നു. ഏത്? 3 ഇവിടെ കൊടുത്തു, 6 ഇവിടെ കൊടുത്തു, k ഇവിടെ കൊടുത്തു, സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. ഇല്ല, ആർബിട്രറി പോയിന്റ് പലയിടത്തും ചെയ്തതുകൊണ്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അടുത്ത്, the equation of the line joining the points. Direct question. x minus x1 plus 3 വരും by x2 minus x1, 1 minus minus 3. y minus 4 by minus 2 minus 4. z minus 11 by 7 minus 8. For x plus 3 by 4. y minus 4 by minus 6. z minus 11 by minus 4 അല്ലേ? minus 4. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ പ്രൊപ്പോർഷണൽ വാല്യൂ പറയാം കേട്ടോ. ഡയറക്ഷൻ റേഷ്യോ പ്രൊപ്പോർഷണൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് 3 മൈനസ് 2 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കംപ്ലീറ്റ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മൈനസ് 2 3 2 മൈനസ് 2 3 2 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? മൈനസ് 2 3 2. സെക്കൻഡ് ഓപ്ഷൻ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ? എക്സ് പ്ലസ് 3 ന്യൂമറേറ്ററും ഒക്കെ വരുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ ഉള്ളൂ. അല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡിലും ഒക്കെയാണ്. ഡിനോമിനേറ്ററും ഒക്കെ ആയിട്ട് വരുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ എഴുതി ഞാൻ എഴുതിയിട്ടു. ഡയറക്ഷൻ റേഷ്യോ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വേണമെന്നില്ല. പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്താലും ഒരു പ്രശ്നമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലൈൻസ് ആർ കോപ്ലൈനാർ. നേരത്തെ ചെയ്തതുപോലെ തന്നെ കോപ്ലൈനാർ ആണെങ്കിൽ x2 മൈനസ് x1 4 മൈനസ് 1 3, y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ മൈനസ് 3 മൈനസ് മൈനസ് 1 വരും, ദറ്റ് ഈസ് മൈനസ് 4 അല്ലേ? മൈനസ് 3 അല്ലല്ലോ, മൈനസ് 3 മൈനസ് മൈനസ് 1. അപ്പോൾ മൈനസ് 4 വരുമല്ലോ, മൈനസ് 2 അല്ലേ വരുള്ളൂ. ദെൻ അടുത്തത് മൈനസ് 1 മൈനസ് മൈനസ് 10, മൈനസ് 1 മൈനസ് മൈനസ് 10, അപ്പം 9 അല്ലേ വരുള്ളൂ. മൈനസ് 1 മൈനസ് മൈനസ് 10. അടുത്തത് a1 b1 c1 2 മൈനസ് 3 8. ആ ഡിഫറൻസ് എഴുതി ശരിയല്ല നോക്കിയാൽ കേട്ടോ. 1 k 7 0. 3 ഇൻറ്റു മൈനസ് 21 മൈനസ് 8k പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു 14 മൈനസ് 8 പ്ലസ് 9 ഇൻറ്റു 2k പ്ലസ് 3 ഈക്വൽ ടു 0.
10 സിംപ്ലിഫൈ ചെയ്യുന്നു. -63 -24k പ്ലസ് 12 പ്ലസ് 18k പ്ലസ് 27 ഈക്വൽ ടു 0. 18 -24 -6k റൈറ്റിലേക്ക് പോയാൽ പ്ലസ് 6k. 12 പ്ലസ് 27 37 39 63 49 59 -24 then k is equal to -4. Direct simplification. Fifth option is correct. Okay. ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കോപ്ലൈനാറിൻ്റെ ക്വസ്റ്റ്യൻ 2-3 വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ ദ ലൈൻ? ഇതിനകത്ത് ഏത് പോയിന്റാണ് ലൈനിൽ വന്നിരിക്കുന്നത്? നമുക്കിതിനെ കാർട്ടീഷ്യനിലേക്ക് മാറ്റാം. അപ്പോൾ x-1/4 ഇത് പാസ് ചെയ്യുന്ന പോയിന്റ്, y-2/5, z -3 എന്ന് പറയുമ്പോൾ z +3/-7 ഇതാണ് പാസ് ചെയ്യുന്ന ഇക്വേഷൻ, അതിൻ്റെ ഇക്വേഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നേരത്തെ ഇതുപോലെ ആർബിട്രറി പോയിന്റ് എടുക്കുക. ഓക്കെ, സീക്വൽ ടു ലാംഡ എന്ന് കൊടുക്കുക. 4λ + 1, 5λ + 2, -7λ -3 ആർബിട്രറി പോയിന്റ് എടുക്കുക. കൂടുതൽ ഓപ്ഷനിൽ 9 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സീക്വൽ ടു 9 കൊടുക്കുന്നു. അപ്പോൾ λ = 2 കിട്ടുന്നു. ലാംഡയ്ക്ക് 2 കൊടുത്താൽ 9 വരും. ഇവിടെ 2 കൊടുത്താൽ 12 വരും. ഇവിടെ 2 കൊടുത്താൽ -17 വരും. അപ്പോൾ 9, 12, -17 ഫോർത്ത് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ എടുത്ത് ഇതിനകത്ത് കൊടുത്തു നോക്കുന്നു, ഈക്വൽ വരുന്ന കേസ് എടുക്കും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് ചോദിച്ചത്. അതിനകത്ത് മിക്കവാറും ക്വസ്റ്റ്യൻസ് കോപ്ലൈനാർ, പിന്നെ ഒരു പോയിന്റ് തന്നിട്ട് അത് അല്ലെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഏത് പോയിന്റാണ് അതിനകത്ത് കിടക്കുന്നത് ഒക്കെ ഓപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നത്. പിന്നെ പെർപെൻഡിക്കുലറിൻ്റെ കൺസെപ്റ്റ് അങ്ങനെ. പിന്നെ മിക്കവാറും ക്വസ്റ്റ്യനിൽ നമ്മൾ ആർബിട്രറി പോയിന്റ്, അതായത് ആ ലൈൻ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നു, ലാംഡയ്ക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നു, ആ രീതി ചെയ്യുന്നു. അങ്ങനെയുള്ള എല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാവുന്നതാണ്. 4 ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.